ആദ്യമേ തന്നെ ഈശോയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി. എൻ്റെ പേര് സാന്ദ്ര. ഞാൻ എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂർ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യം ഉടമ്പടി എടുത്തത് 2024 സെപ്റ്റംബർ മാസത്തിലാണ് എടുത്തത്. അന്ന് ഞാൻ എൻജിനീയറിംഗ് പഠിക്കുകയായിരുന്നു, സിവിൽ എൻജിനീയറിംഗ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അന്നൊക്കെ പഠിക്കണ സമയത്തായാലും പ്രൊജക്റ്റ് ആ ലാസ്റ്റ് ഇയറിൻ്റെ പ്രഷറും എല്ലാ സമയവും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ഞാൻ ഉടമ്പടി എടുത്തത്. ആ സമയത്ത് തന്നെ എനിക്ക് എല്ലാം പ്രൊജക്റ്റിൻ്റെ കാര്യത്തിനായാലും പഠന കാര്യത്തിലായാലും എല്ലാം ഒരു തടസ്സവും കൂടാതെ എനിക്ക് എൻജിനീയർ ആവാൻ സാധിച്ചു. അതുകൂടാതെ എനിക്കിപ്പോൾ ഞാനൊരു വലിയ അനുഗ്രഹം കിട്ടി. എനിക്ക് ന്യൂസിലൻഡിൽ പോകാനായിട്ടുള്ള വിസ വന്നു. അതിനെപ്പറ്റിയാണ് പറയണത്. അപ്പോൾ ഞാൻ ആ സമയത്ത് എൻ്റെ കൂട്ടുകാർ ഒരു 2 പേര് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ന്യൂസിലൻഡിൽ പോകാനായിട്ട് ഒരുമിച്ച്. പക്ഷേ IELTS ചേർന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞ് അവരില്ല, അവർ ബാക്കൗട്ട് ചെയ്യാണ്. ഞാൻ ഒറ്റപ്പെട്ട് സ്റ്റക്കായ ഒരു അവസ്ഥയായിരുന്നു. വെച്ചാൽ ഞാനെപ്പോഴും ഒരു രാജ്യത്തോട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ നമുക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ വേണം. അപ്പോൾ ആരും ഇല്ലാണ്ടായ ഒരു സിറ്റുവേഷനിൽ വന്നപ്പോഴും എൻ്റെ ഒരു ആഗ്രഹം നടത്തണം എന്നുള്ള ഒരു ഇതും, പിന്നെ ഞാൻ അമ്മേനോട് പ്രാർത്ഥിച്ച്, അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച്, അമ്മ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ ഒറ്റപ്പെട്ടു, ആരും ഇല്ലാത്തൊരവസ്ഥയിലായി. അപ്പോൾ എന്നെ കൈവിടല്ലേ, ഞാനിതിന് എന്തായാലും IELTS ചേർന്ന്, അപ്പം ഞാനിതിന് വേണ്ടി ഇറങ്ങുകയാണ്, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഓരോ സ്റ്റെപ്പും ഞാൻ പിന്നെ ചെയ്തത്. അപ്പോൾ IELTS സമയത്തും എനിക്ക് പഠിക്കാൻ പറ്റണില്ല. ഒരു ലാംഗ്വേജാണ്. അപ്പോൾ സ്പീക്കിങ്ങിനാണ് ഞാൻ ഏറ്റവും പ്രശ്നങ്ങൾ നേരിട്ടത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം എക്സാം എഴുതിയിട്ട് എനിക്കത് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് വളരെയധികം ഒരു നിരാശ വന്നായിരുന്നു. എന്താണ് അമ്മ, എനിക്കെന്താണ് പറ്റാത്തത്, എന്നെക്കൊണ്ട് എനിക്കിത് പറ്റൂലേ, എൻ്റെ ജീവിതം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പുറത്തോട്ട് പോകാൻ തന്നെ ആഗ്രഹിച്ച് നിൽക്കുകയാണല്ലോ. അപ്പോൾ എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഒരു സ്റ്റക്കായൊരവസ്ഥയായിരുന്നു. അപ്പോൾ ആ ടൈമിൽ തന്നെയായിരുന്നു എൻ്റെ കറക്റ്റായിട്ട് ഉടമ്പടി പുതുക്കണ ഒരു സമയം ഉണ്ടായത്. അപ്പോൾ ഞാൻ രണ്ടാമത് IELTS വേണ്ടി ഓൺലൈൻ കോച്ചിങ്ങിന് ഞാൻ ചേർന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ അവിടെ ആൾക്കാരല്ല, അവിടെ ഒരു നമ്മൾ പ്രദക്ഷിണം പോവില്ലേ ഉടമ്പടി പുതുക്കണേൻ്റെ. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്ത് അടുത്ത പ്രാവശ്യം ഞാൻ പാസ്പോർട്ടൊക്കെയാണ് വന്നത്, പാസ്പോർട്ടും എല്ലാമായിട്ടാണ് വന്നത്. അപ്പോൾ അടുത്ത പ്രാവശ്യം എനിക്കിത് കിട്ടണമെന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ വെച്ച് എൻ്റെ ഒരു ബ്രദർ ഞാൻ കരയണ കണ്ടിട്ടായിരിക്കും എൻ്റെ അടുത്ത് വിളിച്ച് സംസാരിച്ച് എന്താണ് പറ്റിയതെന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് അടുത്ത പ്രാവശ്യം നിനക്ക് വരുമ്പോൾ നീ IELTS കൊണ്ടായിരിക്കും വന്നത്. പിന്നെ അവിടെ നമുക്ക് പ്രദക്ഷിണം പോകുമ്പോൾ മാതാവിനെയും എല്ലാം പിടിക്കണതിൽ എനിക്ക് കിട്ടിയത് മാതാവിനെ തന്നെയാണ്. അപ്പം ഞാൻ ആ സമയത്ത് എൻ്റെ പാസ്പോർട്ട് എല്ലാം അവിടെ വെച്ച് മാതാവിൻ്റെ തൊട്ട് അടുത്ത് വെച്ചിട്ടാണ് ഞാൻ അന്ന് ഈ പ്രദക്ഷിണത്തിന് വന്നത്. അപ്പം എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായി, അടുത്ത പ്രാവശ്യം എന്നെ കൈവിടൂല എന്നുള്ളത് എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ IELTS പഠിക്കുന്ന ടീച്ചർ എനിക്ക് ഓൺലൈൻ ക്ലാസ് എടുത്തിട്ടും എനിക്ക് ഒട്ടും പറ്റണ്ടായില്ല. എനിക്ക് സ്പീക്കിങ്ങിന് ഒരു അക്ഷരം എനിക്ക് പറയാൻ പറ്റണ്ടായില്ല ചോദിക്കുമ്പോഴായാലും. അപ്പോൾ എൻ്റെ അടുത്ത് ആ ടീച്ചർ ഒരു ക്രിസ്ത്യൻ തന്നെയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു ദൈവവചനം എനിക്ക് പറഞ്ഞത്, സെഫാനിയ 3:17, നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യയുണ്ട്. അപ്പോൾ അത് നീ പറഞ്ഞിട്ട് നീ പഠിക്കാനിരിക്കുക. അപ്പോൾ അന്ന് മുതൽ ഞാൻ അത് പറഞ്ഞാൽ പഠിക്കാനിരിക്കുന്നത്. അന്ന് മുതൽ എനിക്ക് വളരെയധികം ഒരു മാറ്റമാണ്. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചു. അതേപോലെ ഞാൻ ഡേറ്റ് എടുത്ത് എക്സാമിന് പോയ സമയത്ത് ഞാൻ മാതാവിൻ്റെ ലോക്കറ്റ് എൻ്റെ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കയറണേൻ്റെ മുന്നേ അവിടെ നിന്ന് ഇൻവിജിലേറ്റർ എൻ്റെ എല്ലാം ചെക്ക് ചെയ്ത സമയത്ത് എന്താണ് പോക്കറ്റിലെന്ന് ചോദിച്ചു. അപ്പം ഞാൻ എടുത്ത് കാണിച്ച് മാതാവിൻ്റെ ലോക്കറ്റാണെന്ന്. പക്ഷേ ഒരു സാധനം പോലും അകത്തോട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇങ്ങനത്തെ നമ്മളൊരു കോമ്പറ്റേറ്റീവ് പോലത്തെ ഒരു എക്സാമിന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ എന്തോ ഒരു ദൈവഭാഗ്യത്തിന് മാതാവിൻ്റെ അനുഗ്രഹം അന്ന് കൂടെ ഉള്ളതുകൊണ്ട് മാതാവ് ആ ഇൻവിജിലേറ്റർ എൻ്റെ അടുത്ത് പറഞ്ഞ് അത് ആരും കാണാതെ പോക്കറ്റിൽ തന്നെ വെച്ചോ, കയറിക്കോ എന്ന് പറഞ്ഞു. അതെനിക്ക് അപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. ഒറ്റ ആളുടെ ഒരു സാധനം അവരകത്തോട്ട് കയറ്റാത്ത സമയത്ത് മാതാവ് എനിക്കത് അകത്തോട്ട് കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞ്. അപ്പോൾ എനിക്ക് ആ ഒരു സമയത്ത് എക്സാം എഴുതി ഞാൻ എന്താണോ ഇവിടെ ഉടമ്പടിയിൽ എഴുതിയത്, എനിക്ക് എത്ര സ്കോറാണോ വേണ്ടത് അത് കറക്റ്റ് അത്ര സ്കോറിൽ തന്നെ എനിക്ക് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് പോലും അത്ഭുതം വന്ന രീതിക്ക്, അതും സ്പീക്കിങ്ങിന് ഒട്ടും മാർക്കില്ലാത്ത സമയത്ത്, ഫസ്റ്റ് എഴുതിയപ്പോൾ ഒട്ടും മാർക്കില്ലാത്ത സമയത്ത് അതിനേക്കാളും ഇരട്ടി മാർക്കിലാണ് എനിക്ക് സ്പീക്കിങ്ങിന് വന്നത്. അപ്പോൾ ഞാൻ എനിക്കറിയില്ല എനിക്ക് എത്ര അനുഗ്രഹം തന്നത്. അതേപോലെ ഞാൻ അത് കഴിഞ്ഞിട്ട് വിസക്ക് വെച്ച സമയത്തും ഞാൻ ഡിസംബറിലാണ് വിസക്ക് വെച്ചത്. അപ്പോൾ ഈ ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ പോണവർക്കൊക്കെ അറിയാം വളരെ തടസ്സമാണ് വിസക്ക് കിട്ടാനായാലും എല്ലാം. അപ്പോൾ ഈ ക്രിസ്മസിൻ്റെ വെക്കേഷനും ന്യൂ ഇയർ ഒക്കെ വന്നുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഏജൻസി അടക്കം എല്ലാവരും പറഞ്ഞത് നവംബറിൽ വെച്ചവർക്ക് വരെയും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് വരികയാണെങ്കിൽ തന്നെ എന്തായാലും ഡിലേ ആവും. എനിക്കാണെങ്കിൽ ഫെബ്രുവരി ക്ലാസ് തുടങ്ങും. അപ്പോൾ ഈ
പക്ഷേ ഞാൻ വിസക്ക് വെച്ചത് ഒരു ഡിസംബർ പാതിയായപ്പോഴാണ്. പക്ഷെ ഒരു മാസം എന്തായാലും എടുക്കും ഇതിൻ്റെ എന്തെങ്കിലും ഒരു കൺഫർമേഷൻ വരണമെങ്കിൽ. പക്ഷെ ഒരു മാസം പോലും എടുക്കാതെ എനിക്ക് അമ്മ ഡിസംബർ ആ വെക്കേഷൻ്റെ സമയത്ത് തന്നെ ഫസ്റ്റ് അപ്രൂവൽ വരാണ്. 29-ാം തീയതി ഫസ്റ്റ് അപ്രൂവൽ വരാണ്. എനിക്കറിയില്ല ഞാൻ എത്രത്തോളം, അപ്പം ഞാൻ ഇരുന്ന് കരയാണ്, മാതാവിനൊക്കെ ഇരുന്ന് കരഞ്ഞു പോയി. എനിക്കറിയില്ല എന്താണ് അമ്മ എനിക്ക് എന്നെ വിധിച്ചു കൊണ്ടുപോകണ പോലെ എനിക്കിപ്പോൾ ആ രാജ്യത്തോട് ഞാൻ പോകുമ്പോൾ എനിക്ക് തോന്നണത്. അത് കഴിഞ്ഞിട്ട് ഫീസ് പേയ്മെൻ്റ് ആയാലും ഒരു തടസ്സവും കൂടാതെ ഇപ്പം നടന്ന്. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ 4-ാം തീയതി വന്ന് ഉടമ്പടി പുതുക്കി പോയി. അപ്പോഴും എനിക്ക് കൺഫർമേഷൻ വിസ വന്നിട്ടുണ്ടായില്ല. ഫസ്റ്റ് വിസ വന്നെങ്കിലും അത് നമുക്ക് പോകാൻ പറ്റൂല രാജ്യത്തോട്ട്. ഫീസ് അടച്ച് കുറേ കാര്യങ്ങളൊക്കെ ചെയ്താലാണ് ഇനി അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു ലാസ്റ്റ് വിസ വന്നു. പക്ഷെ ആ സമയത്ത് ഇവിടെ നിന്ന് 4-ാം തീയതി ഞാൻ ഉടമ്പടി പുതുക്കി പോയി. എനിക്ക് 8-ാം തീയതിക്ക് എനിക്ക് വിസ കൺഫർമേഷൻ വിസ വന്ന് അന്ന് തന്നെ എനിക്ക് ബുക്ക് ചെയ്യാനുള്ള ടിക്കറ്റ് എടുക്കാൻ പറ്റി. എനിക്ക് ആലോചിച്ചിട്ട് തന്നെ ഇപ്പോൾ എനിക്കൊരു അത്ഭുതമായിട്ടാണ് തോന്നണത്. വെച്ചാൽ എനിക്ക് 9-ാം തീയതി അവിടെ ക്ലാസ് തുടങ്ങുകയാണ്. ആ സമയത്ത് എല്ലാവരും പോണ ടൈം ആയതുകൊണ്ട് ഇപ്പോൾ ടിക്കറ്റ് എടുക്കാനായിട്ട് ഒട്ടുമില്ല, എല്ലാം ബിസിനസ് ക്ലാസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ടിക്കറ്റ് എടുത്ത സമയത്ത് 8-ാം തീയതിക്ക് ഒരേ ഒരു ടിക്കറ്റാണ് ബാലൻസ് ഉണ്ടായത്. എക്കോണമിക് ക്ലാസ്സിൽ കാശ് കുറവിന് ഒരേ ഒരു ടിക്കറ്റാണ് ഉണ്ടായത്. അതെൻ്റെ അടുത്ത് പറഞ്ഞ് ആ ഏജൻസിക്കാർ പറഞ്ഞ് നീ ഇപ്പം എടുത്തോ അല്ലെങ്കിൽ നിനക്കിത് കിട്ടാൻ പോണില്ല. അപ്പോൾ എനിക്ക് വേണ്ടി ഒരു ടിക്കറ്റ് മാത്രമായിട്ടാണ് ലാസ്റ്റ് അവിടെ ഉണ്ടായത്. അപ്പോൾ അതും ഞാൻ എടുത്ത് അന്ന് തന്നെ ഒരത്ഭുതം നടന്ന പോലെ ടിക്കറ്റും എടുത്ത് വിസ എടുത്തപ്പോൾ ഞാൻ വിസയും ടിക്കറ്റും ആയിട്ടാണ് ഇന്ന് വന്നത്. അപ്പോൾ ഇന്ന് വന്നപ്പോഴും എനിക്ക് ഇവിടെ കയറി പറയാനായിട്ട് അറിയില്ല, എനിക്ക് ഇവിടെ കയറി പറയാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. മീൻസ് എല്ലാവരെയും കണ്ടൊരു സ്റ്റേജ് ഫ്രൈറ്റ് ഉള്ള ഒരാളായതുകൊണ്ട് ഇങ്ങനെ പറയാനൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ എനിക്ക് ഇവിടെ വന്ന് ഇങ്ങനെ എല്ലാവരുടെയും സാക്ഷ്യം കേട്ടപ്പോൾ എന്തുകൊണ്ട് എനിക്കിത് പറഞ്ഞുകൂടാ, എനിക്കിത് പറയാണ്ട് ഞാൻ ആ രാജ്യത്തോട്ട് എങ്ങനെ മനസ്സമാധാനത്തിൽ പോകുമെന്ന് ഞാൻ ആലോചിച്ച് ഞാൻ എഴുതി വരെയാണ് ഇന്ന് കൊണ്ടുവന്നത്. ഇത് കൃതജ്ഞത പോലെ എഴുതി ഇവിടെ ഇടാന്ന് പറഞ്ഞാണ് ഞാൻ കൊണ്ടുവന്നത്. പക്ഷേ എനിക്ക് അറിഞ്ഞൂടെ ഇവിടെ വന്നപ്പോഴേ എനിക്കിത് പറയണം. എനിക്ക് പറയാണ്ട് ആ രാജ്യത്തോട്ട് എനിക്കിനി പോകാൻ പറ്റൂല എന്ന് ഞാൻ ഉറപ്പിച്ച് ഇവിടെ വന്നിപ്പോൾ എഴുതിയാണ് ഞാനിപ്പോൾ ഇത് പറയാൻ കയറിയേക്കണേ. അപ്പോൾ എനിക്ക് ടിക്കറ്റും വിസയൊക്കെ വന്ന് ഞാൻ 8-ാം തീയതി ന്യൂസിലൻഡിലോട്ട് പോവാണ്. അപ്പോൾ എനിക്ക് ഇനിയും ഉടമ്പടി ജീവിതം, എനിക്ക് ഈ ആൾക്കാരിൽ നിന്നുകൊണ്ട് തന്നെ പറയാൻ എനിക്കിത് ഉടമ്പടി ജീവിതം, എനിക്ക് ജീവിതകാലം മൊത്തം എനിക്കിത് കൊണ്ടുപോകണം. എനിക്ക് അത്ര അനുഗ്രഹങ്ങളാണ് മാതാവിൽ നിന്ന് കിട്ടിയേക്കണത്. വിശ്വസിച്ച് നമുക്ക് എന്തായാലും നമുക്ക് തന്നിരിക്കും. ഒന്നും അറിയാണ്ട് എനിക്കെല്ലാം കിട്ടി. അപ്പോൾ എനിക്ക് അത്രയധികം മാതാവിനോടും തിരുക്കുമാരനോടും 1000 നന്ദി. പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷമായാലും ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിനായി ഇപ്പോൾ പത്രം കിട്ടണതൊക്കെ ഞാനും അമ്മയും കൂടി തന്നെ എല്ലാ പള്ളികളിലായാലും ഹോസ്പിറ്റലിലായാലും എല്ലായിടത്തും രോഗികളെ സന്ദർശനം എല്ലാം ചെയ്യാറുണ്ട്. പിന്നെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ കൂടുതൽ ബൈബിൾ വായിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഞാനിപ്പോൾ മത്തായി ബൈബിൾ ആ ഒരു വചനം, മത്തായിയുടെ ഒരു ലേഖനം മൊത്തം ഞാൻ വായിച്ചു തീർത്ത് ഇപ്പോൾ മർക്കോസ് തുടങ്ങിയേക്കാണ്. സുവിശേഷങ്ങൾ വായിച്ചു തീർത്ത് ഇപ്പോൾ മർക്കോസ് തുടങ്ങിയേക്കാണ്. അപ്പോൾ 1/2 മണിക്കൂറോളം ബൈബിൾ വായിക്കാനും കൂടുതൽ ദൈവത്തെ അറിയാനും ഒക്കെ എനിക്ക് ഉടമ്പടി എടുത്തതിലൂടെയാണ് സാധിച്ചത്. അപ്പോൾ എനിക്ക് എന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും തിരുകുമാരനും 1000 നന്ദി. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 8-9 തിരുവചനങ്ങൾ. നീ അവരെ ഭയപ്പെടേണ്ട, നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്, കർത്താവാണിത് പറയുന്നത്. അനന്തരം കർത്താവ് കൈനീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. സാൻഡ്ര എന്ന മകൾ തൻ്റെ എല്ലാ കഴിവുകളെയും ആശ്രയിച്ച് ജീവിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അയോഗ്യതകളിലൂടെ മാത്രമേ എനിക്ക് കൃപ നിറയുകയുള്ളൂ എന്ന ഒരു വലിയ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ ഉടമ്പടി ജീവിതം, ഈ പ്രാർത്ഥനാ പദ്ധതി മകളെ സഹായിച്ചത്. സാന്ദ്രയുടെ സാക്ഷ്യത്തിലുടനീളം ഈശോയെ സ്നേഹിക്കുന്ന ഒരു വലിയ തീക്ഷ്ണതയേറിയ ഒരു ദാഹത്തോടു കൂടിയുള്ള ഒരു അപ്രോച്ചാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി എനിക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമില്ലാതെ, ഈശോ ഇല്ലാതെ ഞാൻ ഏത് നാട്ടിൽ ചെന്നാലും എനിക്ക് ജീവിക്കണം, എനിക്ക് ജീവിച്ച് ഈശോയെ മറ്റുള്ളവർക്ക് കൈമാറണം എന്നുള്ള ഒരു വലിയ സാധ്യതകളുടെ സാക്ഷ്യമാണിത്. സാൻഡ്ര പറയുന്നത്, എൻ്റെ പഠനത്തിലെ ഉള്ള ആ സമയങ്ങളിലെല്ലാം ഒരു യുദ്ധം പോലെയായിരുന്നു. എനിക്കൊന്നും മനസ്സിലാകാത്ത ഒരവസ്ഥയിൽ, എനിക്ക് എൻ്റെ നാവിലേക്കൊന്നും വരാത്ത അവസ്ഥയിൽ യാക്കോബിനെ പോലെ ഈ മകൾ പ്രാർത്ഥിച്ചു, അങ്ങ് അനുഗ്രഹിച്ചിട്ടല്ലാതെ കടന്നു പോകരുത്. ഒരു മല്ലയുദ്ധം തന്നെ നടക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഓർത്തെടുക്കേണ്ട കാര്യം അതാണ്. ഈശോയുടെ അനുഗ്രഹം നമുക്ക് ആവശ്യമാണ്, ഈശോയുടെ കൃപ നമുക്ക് ആവശ്യമാണ്. വിശുദ്ധ പൗലോസിനോട് ഈശോ പറഞ്ഞതുപോലെ, നിനക്കെൻ്റെ കൃപ മതി. നാം ഇവിടെ വന്ന്
ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ സ്വീകരിക്കുമ്പോൾ അച്ഛൻ നമ്മോട് പറയുന്നത്, നിനക്ക് ഈശോയുടെ കൃപ മാത്രം മതി, അതിലൂടെയാണ് നമുക്ക് സൗഖ്യങ്ങളും സമാധാനവും സന്തോഷവും നമ്മുടെ എല്ലാ പ്രതിസന്ധികളും ദൂരീകരിച്ച് കിട്ടുന്നത് നാം ഈശോയുടെ കൃപയിലൂടെയാണ്. നാം ഉടമ്പടി കറക്റ്റായിട്ട് ജീവിക്കുകയാണെങ്കിൽ സാന്ദ്ര പറഞ്ഞതുപോലെ നാം വിശ്വാസത്തോടെ വിശ്വസ്തയോടെ മുന്നേറുമ്പോൾ നമ്മുടെ എല്ലാ പരിമിതികളെയും ഈശോ എടുത്തു മാറ്റി ഈശോയുടെ കൂടെ നടക്കുവാൻ ജീവിക്കുവാനുള്ള വലിയ കൃപ നമുക്ക് ലഭിക്കും. വിദേശത്തേക്ക് നമ്മെ ഈശോ കൊണ്ടുപോകുന്നത് നാം വെറും ഒരു നേഴ്സായിട്ടോ അല്ലെങ്കിൽ നാം അവിടെ ചെന്ന് കുറച്ച് പൈസ ഉണ്ടാക്കാനോ അല്ല. നമ്മെ പ്രേക്ഷിതരായിട്ടാണ് ഈശോയുടെ ആ ജീവിതം, ഈശോയുടെ ക്രിസ്തു ജീവിതം നമുക്ക് കൈമാറാനുള്ള ഒരു വലിയ പ്രേക്ഷിത ദൗത്യമായിട്ടാണ് നാം വിദേശത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മെ പറഞ്ഞു വിടുന്നത്. അത് നമുക്ക് എപ്പോഴും ഓർത്തിരിക്കാം. ലാസ്റ്റ് മൊമെൻ്റ് വരെ സാൻഡ്രയ്ക്ക് അനുഭവവേദ്യമായ ഒരു വലിയ അനുഭവമാണ്, ഒരു വലിയ കാര്യമാണ്. ഫ്ലൈറ്റ് ടിക്കറ്റിനെ കുറിച്ച് മകൾ പ്രത്യേകമായി എടുത്തു പറഞ്ഞത്, എക്കോണമിയിലെ ലാസ്റ്റ് ടിക്കറ്റ് ഈ മകൾക്ക് വേണ്ടി ഈശോ റിസർവ് ചെയ്തു എന്നുള്ളതാണ്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നാം പ്രത്യാശയുടെ ജീവിതമാണെങ്കിൽ 60 മേനി കൊയ്യുന്നവരാണ്. നമുക്കുള്ളത് ഈശോ നമുക്ക് തന്നിരിക്കും. നാം വിശ്വസ്തയോടുകൂടി ജീവിക്കുക മാത്രമാണ് നമുക്ക് ഉടമ്പടിയിൽ ചെയ്യേണ്ടത്. സാന്ദ്രയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.